ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ബിടെക് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 2024-ലും 2025-ലും ഒക്കെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട അവസരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ അപ്പോൾ RRB, ALP ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, അങ്ങനെ കുറേ എക്സാമുകൾ അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട എക്സാമുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാരണം ഈ രണ്ട് പോസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള, ഏറ്റവും അധികം സാലറി ലഭിക്കുന്ന, റെപ്യൂട്ടേഷനിൽ നോക്കുകയാണെങ്കിൽ നല്ല റെപ്യൂട്ടേഷൻ കിട്ടുന്ന രണ്ട് ജോബുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഈ വർഷം പാസ് ഔട്ട് ആകുന്ന വിദ്യാർത്ഥികൾക്കും ഓൾറെഡി പാസ്സായി കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരുപോലെ ലഭിക്കാൻ പോകുന്ന അവസരമാണ്. ഒന്നാമത്തേത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർ ട്രാഫിക് കൺട്രോളർ അഥവാ ATC എന്ന് പറയുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ ഹൈ ആയിട്ടുള്ള സാലറിയാണ് ലഭിക്കുന്നത്. എയർപോർട്ടുകളിലായിരിക്കും നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നുണ്ടാവുക. ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറി വരുന്ന ഒരു പോസ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷം തന്നെ 2 പ്രാവശ്യം ഈ എക്സാം നടക്കാറുണ്ട്. 496 ഒഴിവുകളാണ് ലാസ്റ്റ് നടന്ന എക്സാമിൽ, ഡിസംബറിൽ നടന്ന എക്സാമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ എക്സാം ഒരു 1.5 മാസത്തിനുള്ളിൽ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഈ സാധാരണ എല്ലാവരും ടെൻഡൻസി എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന്. സോ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ടെന്നല്ല കേട്ടോ. എന്നാൽ നോട്ടിഫിക്കേഷനിൽ 1.5 മാസം കൊണ്ട് പഠിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ATCക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ കാര്യം ഓർത്തിരിക്കുക. അതേപോലെ രണ്ടാമത്തെ ഒരു കോഴ്സാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഈ PSC പരീക്ഷകളിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. കാരണം ഇവിടെ ഒരു ബ്രാഞ്ച് മാത്രമല്ല പഠിക്കാനുള്ളത്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസിലെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടുള്ള ഈ 2 പോസ്റ്റുകളിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ 2 പേര് സാധ്യത കുറവായിരിക്കും. പലർക്കും ഈ എക്സാമിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇത്തരം അറിയാതെ പോകുന്ന എക്സാമുകളാണ് നിങ്ങളുടെ മുന്നിലെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അങ്ങനെ ഒരു സാധ്യത വരാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ഈ സാധ്യതകൾ ഒഴിവായി പോകാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2024, 2025-ലുമായിട്ട് ഏറ്റവും മികച്ച, ഇത് 2025-ലാണ് ഇൻഡസ്ട്രി സെക്ഷൻസ് ഓഫീസർ, 2025-ലായിരിക്കും എക്സാം നടക്കുക. ഇത് 2024 ഡിസംബറിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. സോ ഇതൊരു വലിയ സാധ്യതയാണ്, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ 2 സാധ്യതകൾ ഒരുമിച്ച് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യുക. ഈ 2 കോഴ്സും എൻട്രി ആപ്പിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോൾഡ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. സോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ഞാനിവിടെ ഗൂഗിൾ ഫോം ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നല്ല വിജയം കരസ്ഥമാക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.